ശ്രീ ജയപാൽ സാറെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിർത്തുന്നു. നന്ദി. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ സന്തോഷ്, ബഹുമാനപ്പെട്ട പാലക്കാട് നഗരസഭയുടെ ആദരണീയ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻ, നമ്മളുടെ എല്ലാം ഗുരുതുല്യനായ പത്മശ്രീ മറ്റന്നൂർ ശങ്കരകുട്ടി മാതാവ്, മറ്റ് വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന പ്രിയമുള്ളവർ, വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. സൂചിപ്പിച്ചു, സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്ന ഒരു സംശയത്തോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും സന്തോഷിക്കേണ്ട സമയമാണ്. കാരണം ഏതൊരു നന്മയും അത് സന്തോഷത്തിനുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് ഒരു നന്മയുള്ള പ്രവൃത്തിയാണ്. മരണം എന്ന് പറയുന്നത് ആർക്കും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഏതൊരു വ്യക്തിയും ജനിച്ച മരണപ്പെട്ടേ തീരും. അങ്ങനെ മരണമടയുന്ന കുടുംബത്തിന്റെ ഒരു കുടുംബ സുരക്ഷയാണ് നമ്മളുടെ സംഘടന ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ നമുക്കറിയാം, ഒത്തിരിയേറെ സംഘടനകളും ഒത്തിരിയേറെ മറ്റ് പൊതുസേവന പാർട്ടികളും എല്ലാം ഉള്ള ഒരു സമൂഹമാണ് നമ്മുടെ കേരളം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പദ്ധതികളുടെ പ്രത്യേകത തന്നെ, ഏതൊരു സംഘടനയും അതിലെ അംഗങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുമ്പോൾ നമ്മുടെ സംഘടന തൊഴിലാളികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിന്റെയും കൂടി സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വ്യാപാര സംഘടന ഈ രീതിയിലൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ കഴിയും, അഭിമാനത്തോടു കൂടിയും പറയാൻ കഴിയും. ഏതാണ്ട് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഏതാണ്ട് 20,000-ഓളം അംഗങ്ങളെയാണ് ഈ പദ്ധതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചത്. സാഹചര്യങ്ങളുടെ പ്രതികൂല കാലാവസ്ഥ മൂലമാകാം ഏതാണ്ട് 10,000 താഴെ 9,600-700 പേരാണ് ഈ പദ്ധതിയിൽ ഇതുവരെ അംഗമായിട്ടുള്ളത്. എന്നിട്ട് സൂചിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ, ഓരോ വ്യക്തിയും 100 രൂപ വീതം ചാരിറ്റി ആയിട്ട് കൊടുത്തുകൊണ്ടാണ് ഈ 10 ലക്ഷം രൂപ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പൊ കൊടുത്തിരിക്കുന്ന എല്ലാ കുടുംബത്തിലും ഏതാണ്ട് 50,000-ഓളം രൂപ സംഘടന കയ്യിൽ നിന്നും കൂടി എടുത്തു വെച്ചുകൊണ്ടാണ് ഈ 10 ലക്ഷം രൂപ ഓരോ കുടുംബത്തിലേക്കും എത്തിക്കുന്നത്. അതിന്റെ ഒരു നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ പദ്ധതി എന്നുകൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഏതൊരു വ്യക്തിയും, നമ്മുടെ ഹോട്ടൽ ഉടമയായിക്കോട്ടെ, തൊഴിലാളികളായിക്കോട്ടെ, തൊഴിലാളികൾക്ക് നമ്മൾ ചില നിബന്ധനകൾ വെച്ചിരുന്നു. 55 വയസ്സ് വരെ നിബന്ധന വെച്ചിരുന്നു. ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ആ സമയപരിധി വെച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ഏതൊരു 80 വയസ്സോ 90 വയസ്സോ അയാൾക്ക് പോലും ചേരാൻ വേണ്ടിയിട്ട് 1 വർഷം നമ്മൾ സമയം കൊടുത്തിരുന്നു. ഏതാണ്ട് 3,000 രൂപ ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസായിട്ട് കൊടുത്തുകൊണ്ട് ഏതൊരു അംഗത്തിനെയും ഈ പദ്ധതിയിൽ ചേരാവുന്നതും, ആ പദ്ധതിയിൽ അംഗമായിട്ടുള്ള വ്യക്തി, ആ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ ആ കുടുംബത്തിലേക്ക് 100 രൂപ വെച്ച് സഹായം കൊടുത്തുകൊണ്ട് 10 ലക്ഷം രൂപ ആ കുടുംബത്തിലേക്ക് എത്തിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് KHRAയുടെ ഈ കുടുംബ സുരക്ഷാ പദ്ധതി. ഇത് ഇപ്പൊ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 36 പേരാണ് ഇപ്പൊ മരണപ്പെട്ടിട്ടുള്ളത്. ആ 36 പേരിൽ നമ്മളിപ്പോ 15 പേർക്കാണ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കാസർഗോഡ് 4 പേർക്ക്, അതിനുശേഷം എറണാകുളത്ത്, അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പദ്ധതി ജില്ലാ തലത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കെല്ലാം നമ്മൾ ഈ ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസമല്ല ഈ ഫണ്ട് വാങ്ങിക്കാൻ വരുന്നവരുടെ കുടുംബത്തിന്റെ സ്ഥിതിയും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അവിടെയാണ് നാം നന്മ സന്തോഷം എന്ന് പറയുന്നത്. കാരണം മരണം നമുക്ക് ഒഴിവാക്കാൻ അനുവാദമില്ലെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു തൊഴിലാളി മരണപ്പെടുമ്പോൾ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്ഥിതിയാണ് നന്മ എന്ന് പറയുന്നത്. ആ നന്മയുള്ള പ്രവൃത്തിക്ക് യാതൊരു കാരണവശാലും നമുക്ക് സന്തോഷിക്കാതിരിക്കാൻ സാധിക്കില്ല. ഇവിടെ 15 കുടുംബങ്ങളിലേക്ക് നമ്മൾ പൈസ ക്യാഷ് എത്തിച്ചപ്പോൾ അതിൽ പല കുടുംബങ്ങളും, കോട്ടയത്തെ ഒരു കുടുംബത്തിൽ പോയി കഴിഞ്ഞപ്പോൾ 2 പെൺകുട്ടികളാണ്. ഇവിടെ നേരത്തെ സ്വാഗതപ്രാസംഗം സൂചിപ്പിച്ചു, വളരെ ബുദ്ധിമുട്ടി കൂടിയാണ് ഹോട്ടൽ പ്രസ്ഥാനം കടന്നു പോകുന്നത്. സത്യമാണ്. കേരളത്തിലെ 80% വരുന്ന ചെറുകിട ഇടത്തരം ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഭീമമായ ഒരു തുകയാണ്. നമ്മുടെ രാജ്യത്തെ പോലെ വളരെ കുറച്ചു പേരാണ് അതിനകത്ത് വലിയ സമ്പന്ന വിഭാഗത്തിലുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല.
നമ്മുടെ സുരക്ഷാ പദ്ധതിയെ പറ്റി രണ്ട് വാക്കുകൾ ഒന്നുകൂടി പറഞ്ഞേക്കാം. സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് 3000 രൂപ രജിസ്ട്രേഷൻ ഫീസായി കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഏതൊരു തൊഴിലാളിക്കും ഉടമയ്ക്കും ചേരാവുന്ന വലിയൊരു പദ്ധതിയാണ് ഈ കുടുംബ സുരക്ഷാ പദ്ധതി. 36 പേര് ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ 15 പേർക്ക് നമ്മൾ 10 ലക്ഷം രൂപ വീതം കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ടയത്തെ ഒരു കുടുംബത്തിന് നമ്മൾ ഈ 10 ലക്ഷം രൂപ കൊടുക്കാൻ ചെന്നപ്പോൾ പൊതുവെ സമൂഹത്തിൽ ഒരു ധാരണയുണ്ട്, ഹോട്ടലുടമ എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണ് എന്ന്. അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു ഷീറ്റ് വിരിച്ച കെട്ടിടത്തില് 2 പെൺകുട്ടികളുടെ ആശ്രയമായിരുന്ന ഹോട്ടലുടമയായ പിതാവാണ് മരണപ്പെട്ടത്. ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ആ 2 പെൺകുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദ്യചിഹ്നമായിട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ 10 ലക്ഷം രൂപ കുടുംബത്തിന് വലിയൊരു സഹായമാണ്. അങ്ങനെയാണ് പല കുടുംബത്തിന്റെയും സ്ഥിതി. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി വിജയിപ്പിക്കേണ്ടത് ഓരോ ഹോട്ടലുടമയുടെയും ആവശ്യമാണ്. അവരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പദ്ധതി വിജയിക്കുകയുള്ളൂ. നമുക്കിത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം. ഇതിൽ ചേരാത്ത എല്ലാവരും ചേരണം. പലർക്കും ഒരു ധാരണയുണ്ട്, ഞാൻ മരണപ്പെടുകയില്ല, എനിക്ക് മാത്രം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചോദിച്ചു, ഇത് എത്ര വർഷം അടയ്ക്കേണ്ട വരുമെന്ന് ചോദിച്ചു ഒരു വ്യക്തി. എന്റെ കയ്യിലുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. കാരണം എത്ര വർഷം ഞാൻ ജീവിച്ചിരിക്കും എന്നതിന് ചോദ്യമായ ഒരു ചോദ്യമാണ് എത്ര വർഷം നമ്മൾ അടയ്ക്കേണ്ടി വരുമെന്നുള്ളത്. അപ്പോ നാം മരണപ്പെടുന്നത് വരെ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കൂട്ടത്തിൽ ജോലി അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അംഗമായിട്ടുള്ള വ്യക്തിക്ക്, നമ്മുടെ തൊഴിലാളിക്ക്, ആ കുടുംബത്തിലേക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ 100 രൂപ വെച്ച കുടുംബത്തിൽ ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ കൊടുക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നമ്മുടെ ആയുസ്സും വർദ്ധിക്കുന്നു. അത്രയേറെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനും നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിന്റെ പോസിറ്റീവായിട്ടുള്ള നമ്മൾ ചിന്തിക്കണം. അതല്ലാതെ ഞാൻ ഈ അംഗമായി ചേർന്ന് എനിക്കിപ്പോ 25 വയസ്സായുള്ളൂ, ഞാനൊരു 100 വയസ്സ് വരെ ജീവിക്കുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ കൊടുത്തിട്ടുള്ള ഫണ്ടിൽ കൂടുതലും 45, 48, 50 വയസ്സുള്ളവർക്കാണ് കൂടുതലും നമ്മൾ ഈ ആനുകൂല്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മരണം എന്ന് പറയുന്നത് നമ്മളുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തെ, ഈ പദ്ധതിയെ ചാരിറ്റി പ്രവർത്തനമായിട്ട് കണ്ടുകൊണ്ട് എല്ലാവരും ഇതിനകത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തിരക്കുള്ള ആ സമയത്താണ് മന്ത്രി വന്നിരിക്കുന്നത്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. 2 കാര്യങ്ങൾ ഒരു മന്ത്രി അടുത്ത് കിട്ടുമ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും എന്തുകൊണ്ടൊന്നും പറഞ്ഞില്ല എന്ന് ചോദിക്കുമെന്ന് അറിയുന്നതുകൊണ്ട് വളരെ വിനയമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ചേംബറിൽ പോയി അദ്ദേഹത്തെ കാണുകയുണ്ടായി. ഒന്ന് നമ്മുടെ മൈക്രോമായിട്ടുള്ള ബന്ധപ്പെട്ട പോസ്റ്റർ അദ്ദേഹത്തെ കൊണ്ട് പ്രകാശനം ചെയ്യാൻ പോയതാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അന്നൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഗ്രൂപ്പിൽ കൂടെ ഇട്ടിരുന്നു. പക്ഷെ അത് നടക്കാത്തതുകൊണ്ട് പലരും തോന്നി ഞാനത് മന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും മന്ത്രി അത് നടപ്പാക്കുന്നത് ചിലപ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏപ്രിൽ മാസം വരെ നമ്മുടെ 3 മാസത്തേക്ക് നമ്മുടെ ലൈസൻസ് ഫീ അടയ്ക്കുന്ന സമയം ഏപ്രിൽ 30 വരെ നീട്ടി തന്നിരുന്നു അദ്ദേഹം. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം അത് നീട്ടി തന്നെങ്കിലും ഓഫീസിൽ നിന്ന് അതിന്റെ ഓർഡർ പോകാത്തതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അന്യായമായിട്ടുള്ള ഫൈൻ നമ്മുടെ ഇന്ന് വാങ്ങിച്ചത്. അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ അദ്ദേഹം ഓഫീസ് സ്റ്റാഫിനെ വിളിച്ചുകൊണ്ട് ഉടൻ തന്നെ ആ ഓർഡർ ഇറക്കാൻ അവരോട് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ നിർഭാഗ്യവശാൽ അത് ഇറങ്ങിയിട്ടില്ല. അതിന്റെ ചോദ്യങ്ങൾ പല രീതികളിൽ എനിക്ക് വരുന്നുണ്ട്. പല നഗരസഭകളും അതുകൊണ്ട് തന്നെ പുതുക്കി തരാൻ തയ്യാറാകുന്നില്ല, അതിന്റെ ഫൈൻ മേടിക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഏപ്രിൽ മാസം കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിൽ ഏറ്റവും വിനയത്തോടുകൂടി അദ്ദേഹം ആ ഫീസ് അടയ്ക്കുന്ന സമയപരിധി അദ്ദേഹം കുറച്ചും കൂടി നീട്ടി തന്നു. കാരണം നീട്ടി തന്ന സമയപരിധി നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല, ഓർഡർ ഇറങ്ങാത്തതുകൊണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി നീട്ടി തരണമെന്ന് അദ്ദേഹത്തോട് ഏറ്റവും വിനയമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ചെയർപേഴ്സൺ കൂടി ഇരിപ്പുണ്ട്, മന്ത്രി ഇരിപ്പുണ്ട്. പല തദ്ദേശ സേവന സ്ഥാപനങ്ങളിലും ലൈസൻസ് പുതുക്കി തരുന്നില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ നമ്മുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സദസ്സിൽ വെച്ച് തന്നെ അദ്ദേഹം ഇത് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി എന്ന മറുപടിയും നിങ്ങളെ അറിയിക്കാം. വളരെ സ്നേഹത്തോട് ഞാൻ കൂടുതൽ ഒരു കാര്യം കൂടി പറയാം. കേരളത്തിൽ ഇന്നത്തെ ഈ ഗവൺമെന്റ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റ് ആണെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി തന്നെ പറയാം. പ്രത്യേകിച്ച് തദ്ദേശ സേവന വകുപ്പ് മന്ത്രി ഏതൊരു മീറ്റിംഗ് നടത്തിയാൽ അതിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സിന്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയും നമ്മൾ പറയുന്ന ഏതൊരു കാര്യങ്ങൾക്കും അർഹമായ രീതിയിൽ തന്നെ അദ്ദേഹം അത് കാണുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെയും പരിധിക്ക് അപ്പുറത്താണ് PCBയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാലത്തിനൊത്ത് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും കാലത്തിനൊത്ത് നമ്മൾ മാറാൻ നമ്മൾ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ നടത്തുന്നുണ്ട്, മാറാനുള്ള പ്രവർത്തനങ്ങൾ. പക്ഷെ തരുന്നില്ല.
PCBയുടെ NOC ഇല്ല എന്ന് പറഞ്ഞാണ് പുതുക്കി തരാത്തത്. ബഹുമാനപ്പെട്ട മന്ത്രി കഴിഞ്ഞ വർഷം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഓർഡർ ഇറക്കിയെങ്കിൽ പോലും അദ്ദേഹം PCBയുടെ ലൈസൻസ്, ഞാൻ തുറന്നു പറയുകയാണ്, PCBയുടെ NOC ആവശ്യമില്ല എന്ന LSD ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞെങ്കിൽ പോലും പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അത് പുതുക്കി തരുന്നില്ല. അവിടെ ഇരിക്കുന്ന സെക്രട്ടറിമാരും പ്രത്യേകിച്ച് കൗൺസിലർമാരൊക്കെ അന്ന് ഒരു അത്ര നല്ല രീതിയിലുള്ള ഒരു സഹകരണം അല്ല അതിന് കാണിച്ചത്. ഞാൻ പാലക്കാട് നഗരസഭയുടെ കാര്യം എല്ലാവരും എടുത്തു പറയുന്നത്. ഞാൻ പറയുന്നത് കേരളത്തിലെ മുഴുവൻ നഗരസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിലുള്ള നിഷേധാത്മക സമീപനം നഗരസഭകളുടെ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം പറഞ്ഞു PCBയുടെ ഒരു NOC വേണമെന്ന് LSD ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് സത്യമാണ്. പക്ഷെ PCB എല്ലാ നഗരസഭയ്ക്കും ലെറ്റർ കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങിക്കണമെന്ന് പറയുമ്പോൾ അവിടെ നമ്മള് സത്യം പറഞ്ഞാൽ നമ്മൾ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുകയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ചെറുകിട ഇടത്തരം ഹോട്ടലുകളുടെ കാര്യത്തിൽ എന്തായാലും അത് പരിഗണിക്കാം. കാരണം അവർക്ക് സ്വന്തമായിട്ട് ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനം ചെയ്യാൻ പറ്റാത്ത സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ അത് പരിഹരിക്കാം എന്ന്, അല്ലെങ്കിൽ പരിഗണിക്കാം എന്നുകൂടി മുഖ്യമന്ത്രി നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി പറയുന്നു, ചെറുകിട ഇടത്തരം ഹോട്ടലുകൾക്ക് ലൈസൻസ് പുതുക്കി തരുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ. തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറയാം, മാലിന്യ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹം തരുന്ന ഏറ്റവും വലിയ വിപത്ത് തന്നെയാണ്. അതിനകത്ത് കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സർക്കാരിന്റെയും ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് കഴിയുന്നത്ര എല്ലാ പ്രവർത്തനങ്ങളിലും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഞങ്ങളും കൂടി ഉണ്ടാവുമെന്ന് ഉറപ്പു തരുന്നു. ഒപ്പം തന്നെ ശുചിത്വ മിഷനുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു പദ്ധതിക്ക് അതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. പെരുമ്പാവൂർ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ശുചിത്വ മിഷൻ പറയുന്ന എനിക്കൊരു സജഷൻ കൂടി ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞില്ല, ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ പ്രാദേശിക തലത്തില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും ഹോട്ടൽ അസോസിയേഷന്റെ പ്രതിനിധികളും LSD അതല്ലെങ്കിൽ ശുചിത്വ മിഷന്റെ പ്രതിനിധികൾ ഉൾപ്പെടുത്തുന്ന പ്രാദേശിക സമിതി രൂപീകരിച്ചുകൊണ്ട് ഓരോ ഹോട്ടലിലും പോയി അവിടെ പോയി എന്താണ് ആ ഹോട്ടലിൽ ചെയ്യാൻ പറ്റുന്ന സംവിധാനം. കാരണം ഒരാളുടെ ഉപജീവനം നശിപ്പിക്കരുത്, പക്ഷെ കാര്യങ്ങൾ നടക്കുകയും വേണം. അപ്പൊ ആ സ്ഥാപനത്തിൽ പോയി അവിടെ ഏത് രീതിയിലുള്ള ഇപ്പോഴത്തെ പല സംവിധാനങ്ങളും കുറ്റമറ്റതല്ല. അപ്പൊ ശുചിത്വ മിഷന്റെ ശക്തമായ നേതൃത്വത്തില് ഓരോ ഹോട്ടലിലും അനുയോജ്യമായ ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അതുമായിട്ട് സഹകരിക്കാനും കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷനും കേരളത്തിലെ മുഴുവൻ ഹോട്ടൽ ഉടമകളും തയ്യാറാണെന്ന് കൂടി അങ്ങേ അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പരിപാടിക്ക് വന്ന് അങ്ങേക്ക് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.